ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ വളരെ ടെൻഷനോടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറി വന്നത്. കാരണം ഞാൻ ഇന്നലെ അരി അരച്ച് വെച്ച് ഇച്ചിരി ലേറ്റായി പോയിട്ട് 10 മണി കഴിഞ്ഞായിരുന്നു അരി അരച്ചപ്പോൾ. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ അത്ഭുതം പോലെ അത് നന്നായിട്ട് പൊങ്ങി മുകളിൽ വന്നു. ഞാൻ വിചാരിച്ചു താഴെ എന്തായാലും ഒട്ടും പോയിട്ടില്ലായിരുന്നു. സാധാരണ ഞാനിങ്ങനെയൊക്കെ അരച്ച് വെക്കുമ്പോൾ താഴെ ഒരു പ്ലേറ്റ് കൂടെ വെക്കും, താഴെ പോയാൽ പ്ലേറ്റിൽ വീഴട്ടം ചൊല്ലി. കാരണം ഇത് ലേറ്റായിട്ടാണ് ഞാൻ അരച്ച് വെച്ചുകൊണ്ട് ഞാനത് പാത്രമൊന്നും വെച്ചില്ലെങ്കിലും താഴെ പോകാതെ നന്നായിട്ട് പൊങ്ങി വന്നു. ഇത് ഇത്രയും പൊങ്ങാൻ ചില ടിപ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് അടുത്ത പ്രാവശ്യം ഞാൻ ഇത് അരയ്ക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പകുതി മാവെടുത്ത് പുതിയ ഒരു ചരുവത്തിലോട്ട് ഒഴിച്ചു. ആ പുതിയ ചരുവത്തിലെ മാവെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, നാളെ ഉപയോഗിക്കും. ഞാൻ സാധാരണ 2 ദിവസത്തേക്കാണ് അരച്ച് വെക്കുന്നത്. അരച്ച് വെച്ച പാത്രത്തിൽ ഇപ്പം ഉപയോഗിക്കാൻ എടുക്കണം. പിന്നെ ഞങ്ങൾ ഇന്ന് സമ്മന്തി അരയ്ക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ സമ്മന്തിക്ക് തേങ്ങയൊക്കെ ഞാൻ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക, തേങ്ങ തിരുമ്മി ഫ്രീസറിൽ വെച്ചേക്കും. അപ്പോൾ അരയ്ക്കാനായിട്ട് ചെറുള്ളിയും ചുവന്ന മുളകും കാന്താരിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. ചെറു ചൂട് വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ അരയ്ക്കണം. കാരണം ഇത് ഫ്രീസറിൽ ഇരുന്ന തേങ്ങയല്ലേ, നന്നായിട്ട് അരയാനായിട്ട് ചെറു ചൂട് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ച് കടുക് വറുത്ത് ചെറുള്ളിയും കരിയാപ്പിലയൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് സമ്മന്തി റെഡി. അടുത്ത ദോശ ഉണ്ടാക്കുവാണ്. അപ്പോൾ ദോശ കഴിക്കാനായിട്ട് ഇവിടെ ആളിങ്ങനെ പ്ലേറ്റുമായിട്ട് വന്നിരിപ്പുണ്ട്. ദോശ ഉണ്ടാക്കി ചൂടോടെ ചായയും ദോശയും സമ്മന്തിയും കൂടെ കൂട്ടി അടിപൊളിയായിട്ട് ഇവിടെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.